ക്രിസ്റ്റോ സേവിയർ ഞാൻ ആ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി, എൻ്റെ ബാഗിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എന്താണ് ഒരു ഫീലിംഗ്? അതായത് എല്ലാവരും ഈ സിനിമ കണ്ട് പേടിച്ചും അമ്പരന്നും ഈ കാണാ കാഴ്ച കണ്ടിട്ട് ക്രിസ്റ്റോ സേവിയറിന് കിട്ടിയ ആ ഒരു തിയേറ്റർ റെസ്പോൺസിൽ ഏറ്റവും അധികം ഒരു ഡിഫറെൻ്റ് ആയി തോന്നിയ റെസ്പോൺസ് എന്തായിരുന്നു? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പടമല്ല, എന്റെ പണി ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. തലേ ദിവസമൊക്കെ ഞാൻ ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു. സ്റ്റുഡിയോയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ്, എന്താവും പിള്ളേരോട് കേടാ വർക്കാവൂലേ എന്നുള്ള സംഭവമൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ വിചാരിക്കാത്ത റീച്ചിലോട്ട് പടം എത്തി. സത്യം ഭയങ്കര എനിക്ക് എന്റെ ജഡ്ജ്മെന്റ് പോയിരിക്കണായിരുന്നു. കാരണം ഞാൻ ഇത്രയും വർക്ക് ചെയ്ത് പല പല വേർഷൻസ് കണ്ട് വർക്ക് ചെയ്ത് സത്യം പറഞ്ഞ കിളി പോയ അവസ്ഥയിലായിരുന്നു. അപ്പൊ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വിളിച്ചപ്പോ കിടന്നുറങ്ങുക, സമാധാനമായിട്ട് ഞാൻ എഴുന്നേറ്റ് വർത്താനം പറയാന്ന് പറഞ്ഞു. ഭ്രമയുഗത്തിന് ചെയ്തിട്ട് പിന്നെ രാഹുലിന്റെ കൂടെ ഭ്രമയുഗത്തിന് വർക്ക് ചെയ്ത് പിന്നെ DS സീരിയലിലേക്ക് വന്നപ്പോൾ ഞാൻ രാഹുലിന് ഇതേ ചോദ്യം ചോദിച്ചിരുന്നു വെച്ചാൽ കംഫർട്ട് സോൺ ഫോർ ബീയിങ് ദ സെയിം, അവരുടെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരുടെ കൂടെ. പക്ഷെ ഇതിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തായിരുന്നു? കാരണം ഭ്രമയുഗം ഒരു ഡാർക്ക് മൊമെന്റ് എന്ന് വരുന്നു, ഇതിൽ കുറച്ചുകൂടി പാരനോർമൽ ആണ്. അപ്പോൾ എന്തായിരുന്നു ഏറ്റവും അധികം തുടങ്ങിയ ഒരു കാര്യം എന്തായിരുന്നു ഡിഫറെന്റ് ആയിട്ട് തുടങ്ങാൻ? ഭ്രമയുഗത്തില് കുറച്ചുകൂടെ ഫുട്ടേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതിലെ ടെറൈൻ കുറച്ചുകൂടെ നമ്മൾ കണ്ട് പരിചയമില്ലാത്ത ടെറൈൻ ആണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ വിയേർഡായിട്ട് ചിന്തിക്കാനുള്ള സ്പേസ് കിട്ടിയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ എങ്ങനെ ഇനി അടുത്ത വിയേർഡ് ഉണ്ടാക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ബെഞ്ച് മാർക്ക് ആയിരുന്നു ഭ്രമയുഗം. അപ്പോ അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യുക? അതേ ഭ്രമയുഗം തന്നെ ആവരുത്, കാരണം രണ്ടും ഹൊററാണ്. അപ്പൊ എന്റെ അതെ, അപ്പൊ എനിക്ക് ഇത് വേറൊരു പരിപാടിയായിട്ട് നിൽക്കണം, ഭ്രമയുഗം ആവരുത്, അടുത്തതിന്റെ ആൾക്കാർ പേടിക്കണം എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. അപ്പോ കുറച്ച് നാൾ ആദ്യത്തെ ഒരു 2 ആഴ്ചയൊക്കെ ഞാൻ വെറുതെ ഇതിന്റെ സൗണ്ടിലോട്ട് എത്താൻ വേണ്ടി വെറുതെ ഇരിക്കലും പരിപാടികളൊക്കെ ആയിരുന്നു. എന്നിട്ട് പയ്യെ പയ്യെ ട്രൈ ചെയ്ത് അങ്ങനെ ഒരു സൗണ്ട് ക്രാക്ക് ചെയ്തു. പിന്നെ ഓൾറെഡി തീം ഉണ്ട്, DS നോട്ടുകളുണ്ട്. അപ്പൊ ആ നോട്ട്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് ചില പോയിന്റുകൾ. ബാക്കി ഒരു പടത്തിൻ്റെതായ ഒരു തീം നമ്മൾ ഒരു തീം റെഡിയാക്കി. ഡേ ഓഫ് റാത്ത് എന്ന് പറഞ്ഞ ട്രാക്കിൽ ആ ഒരു ചെല്ലോ മെലഡി, ആ മെലഡി നമ്മൾ പടത്തിന്റെ ഒരു ഹൊറർ തീം പോലെ പ്ലേസ് ചെയ്തു. ഈ ഡേ ഓഫ് റാത്ത് എന്നുള്ള സോങ് സത്യം പറഞ്ഞാൽ നമ്മൾ അവസാനം ക്രെഡിറ്റ്സ് കൊടുക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എൻ്റയർ ഇമ്പാക്ട് കടന്ന് ഈ സിനിമ കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിന്നിട്ടാണ്. അപ്പോൾ വെൻ യു ക്രിയേറ്റിംഗ് ഇറ്റ് അറിയായിരുന്നു ഇത് എവിടെയൊക്കെ പ്ലേസ് ചെയ്യുമെന്ന് തോന്നിയത്? ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് ടുവേർഡ്സ് ദി എൻഡ്? ഇല്ല, ഇതില് ആ ഡേ ഓഫ് റാത്തിന് ഭയങ്കര ഒരു കഥയുണ്ട്. ഇപ്പൊ ആദ്യം രാഹുലേട്ടൻ ഒരു റെഫറൻസ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു ട്രാക്ക് പിടിക്കാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ തലകുത്തി മറിഞ്ഞ് ശ്രമിച്ചിട്ട് ഇതിലോട്ട് എത്തണില്ല. കാരണം രാഹുലേട്ടൻ അത് കേട്ട് സെറ്റാണ്. എന്നാൽ എനിക്ക് അത് തന്നെ അടിച്ചു കൊടുക്കാനും പറ്റില്ല. എനിക്ക് അത് ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് എൻ്റെതായ രീതിയിൽ തന്നെ സാധനം വേണം എന്നുണ്ട്. കുറെ ശ്രമിച്ചു. അവസാനം രാഹുലേട്ടൻ പറഞ്ഞു, ഒന്നൊരു പണി, നീ നിന്റേതായ ഒരു പരിപാടി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഡേ ഓഫ് റാത്തിലോട്ട് എത്തിയത്. ഞാൻ സാധനം കേൾപ്പിച്ച് രാഹുലേട്ടൻ സ്റ്റുഡിയോയിൽ വന്നത് കേട്ടു. ആദ്യത്തെ പ്രാവശ്യം കേട്ടു, ഒന്നുകൂടെ വെച്ച് വീണ്ടും കേട്ടു, അവിടെ ഓക്കെ അടിച്ചു. എൻറ്റയർ സിനിമയിൽ ഞാനിതെന്ന് വെച്ചെങ്കിൽ ഒരു ഭ്രമയുഗത്തും ഈ ഡാർക്കിൽ നിന്ന് ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ലിറ്റപ്പ് ഒരു ഇതാണ്. ആദ്യമേ തന്നെ ഭയങ്കര വലിയൊരു വീട്, അതിലൊരു സ്പേസ്, അതിന് ഇഷ്ടംമാതിരി ഡിഫറെൻറ്റ് ലൈറ്റുകൾ, എന്നാൽ പേടിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു എൻഷുറിങ് ദാറ്റ് ഹൗസ് ഇസ് ഹ്യൂജ്, സൂര്യപ്രകാശം ഉണ്ട് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഏറ്റവും അധികം when you started working on it, എന്തിലായിരുന്നു ആദ്യം തുടങ്ങിയത്? അത് റിഥമിലാണോ, മെലഡിയിലാണോ, ടെക്സ്ചറിലാണോ? എന്തായിരുന്നു സ്റ്റാർട്ടിങ് പ്രോസസ്? തീം ഓൾറെഡി നമ്മൾ ഈ ടീസർ ഫസ്റ്റ് അനൗൺസ്മെന്റ് ഉണ്ട് പടത്തിന്റെ, റിംഗ്, ആ പോയിന്റിന് വേണ്ടിയായിരുന്നു ആദ്യം. അവിടെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയൊക്കെ പടത്തിൽ പ്ലേസ് ചെയ്യാമെന്നുള്ള ഐഡിയ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആ ഒരു തീം കിട്ടി. പിന്നെ DS എന്നുള്ള മെലഡി ഓൾറെഡി ഉണ്ട്, നമ്മൾ അതിനെ പുതിയതായിട്ട് എങ്ങനെ കേൾപ്പിക്കാമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ ആ പോയിന്റിൽ. അങ്ങനെ ആ ഒരു സൗണ്ട് സ്കേപ്പ് ബിൽഡ് ചെയ്ത് എന്തൊക്കെ സൗണ്ട്സ് വേണം. ഭ്രമയുഗം ഭയങ്കര ഓർഗാനിക് സൗണ്ട്സ് വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിടിച്ചേക്കുന്നത്. സ്റ്റീൽ റൂളറൊക്കെ വെച്ചിട്ട്. അപ്പോ ഇതിലോട്ട് വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇലക്ട്രോണിക് എന്റെ സൈഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സൈഡാണ്, എനിക്ക് തോന്നിയ ദിവസം കാണിക്കാൻ ഇഷ്ടമുള്ള സൈഡാണ് ഇലക്ട്രോണിക്. അപ്പോൾ ഇലക്ട്രോണിക് ആവണം, പക്ഷെ ഞാൻ സ്ഥിരം ചെയ്യുന്ന ഇലക്ട്രോണിക് ആവരുത്, എന്നാൽ ആൾക്കാർ പേടിക്കണം എന്നുള്ളൊരു പരിപാടി വെച്ചിട്ട് അങ്ങനെ ഒരു, എന്നാൽ ഈ പറഞ്ഞ പോലെ സസ്റ്റെയിൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്ഥലത്ത് സസ്റ്റെയിൻസ് ഒരു ഒറ്റ നോട്ടിൽ കുറെ നേരം ഞാൻ വലിച്ച് ബോറടിപ്പിക്കില്ല, അതിന്റെ ആ ഒരു ഇതിൽ ഇരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വർക്കൗട്ടായി എന്നത് ഭയങ്കര ഹാപ്പിയാണ്. അതിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധിച്ചെന്ന് വെച്ചെങ്കിൽ ഒരുപാട് സ്റ്റെയർ കേസുകൾക്ക് ഒരുപാട് റെഫറൻസ് ഉള്ള സിനിമയാണത്. അതിൽ ഏറ്റവും അധികം എനിക്ക് ഫീൽ ചെയ്ത്, അതിന് ഏറ്റവും പ്രണവ്
വീട്ടിൽ നിന്ന് സ്റ്റെപ്പിലേക്ക് പുറത്തുനിന്ന് സ്റ്റെപ്പിൽ കയറി മുകളിൽ പോകുന്നൊരു സീനുണ്ട്. ആ സമയത്ത് താങ്കളുടെ മ്യൂസിക് ഉണ്ട് അവിടെ. അതിന് അവിടെ അത് വെക്കാൻ ഞാൻ സ്പോയിലർ പറയുന്നില്ല, അവിടെ ആ പ്രത്യേകമായിട്ട് ആ ഒരു ഇത് വെക്കാനുള്ള കാരണം എന്തായിരുന്നു? അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് മറ്റേ പണ്ടാരം എന്തോ പണി വരുന്നുണ്ടെന്നുള്ള സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഫീലുള്ളത് കൊണ്ടാണ് അത് പ്ലേസ് ചെയ്തത്. അതാണ് എന്നോടൊരു സിനിമ എന്തോ കണ്ടത്, വരുന്നുണ്ടല്ലോ. നല്ല വീടാ, ഇനി ആ വീട്ടിൽ നോക്കൂ. ഈ ഒന്നാമത്തെ കാര്യം മ്യൂസിക് വെച്ച് നമ്മളെല്ലാവരും പേടിപ്പിച്ചു, സിനിമ കണ്ട് പേടിച്ചു, ഒരാൾക്ക് ഐസ്ക്രീം പോലും തിന്നാൻ വയ്യ, അങ്ങനത്തെ അവസ്ഥ. ചില സമയത്ത് തോന്നിയിട്ടുണ്ടോ വെച്ചെങ്കിൽ ഭയങ്കരമായിട്ട് എന്നോട് ഇപ്പോൾ സൈലൻസ് വിൽ ക്രിയേറ്റ് മോർ ഒരു ഇമ്പാക്റ്റ് തോന്നിക്കും? ഉറപ്പായിട്ടും ഈ പടം ഇപ്പോൾ ഞാൻ ശരിക്കും ആൾക്കാർ മ്യൂസിക്കിനെ പറ്റി ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിക്കാത്ത കാരണം ഭയങ്കര സട്ടിലായിട്ടാണ് സ്കോർ പിടിച്ചേക്കുന്നത്. വളരെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ലൗഡ് ആയിട്ടുള്ളൂ. അപ്പൊ അത് നമ്മുടെ ഓഡിയൻസ് ഭയങ്കര പൊളിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്തിനാണ് അങ്ങനെ വെച്ചത്, അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഓഡിയൻസ് വൻ പൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ജംപ് സ്കെയർ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ബിൽഡപ്പിലോട്ട് എത്തിക്കാൻ വേണ്ടി സൈലൻസ് ചെയ്ത് പയ്യെ കൊണ്ടുവന്നാണ് അതിന്റെ പരിപാടി. അത് പക്ഷെ എന്റെ തോന്നുന്നു ഞാൻ സൈലൻസ് താൻ അതിൽ സിനിമയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അതിൽ എന്തോ വേറെ വരാൻ പോകുന്നത്. ദിസ് ഇസ് എന്താ പറയുക, കാംനെസ് ബിഫോർ ദ സ്റ്റോം എന്ന് പറയുന്ന പോലെ എന്തോ വരാൻ പോകുന്നത്. ഞാൻ കണ്ണടക്കണോ കൈ പിടിക്കണോ അടുത്ത ആളുടെ, എന്നാലും വിചാരിക്കുന്ന സമയത്തൊന്നും വരില്ല. അപ്പോൾ ഈ ജംപ് സ്കെയർ എങ്ങനെ ഉണ്ടാക്കുക ഒരു ഹൊറർ സിനിമയിൽ? ബിക്കോസ് നമ്മൾ എല്ലാവർക്കും അറിയാം എവിടെയെങ്കിലും വെച്ചൊരു സാധനം വരുന്നു പറയുമ്പോൾ ആ പ്രത്യേകിച്ച് ഒരു സീനിൽ പെട്ടെന്നൊരു എത്ര 10 സെക്കൻഡ് പോലും ഇല്ല, അത് ഇല്ലല്ലോ, 3 സെക്കൻഡ് എത്ര ഒറ്റ സെക്കൻഡിലാണ് ജംപ് സ്കെയർ വരുന്നത്. ആ ഒറ്റ സെക്കൻഡിൽ എന്ത് അത് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ സമയത്ത് അത് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തേക്ക് വരണേ. എഡിറ്റിൽ തന്നെ രാഹുലേട്ടന്റെ കോളുണ്ട്. രാഹുലേട്ടൻ എഡിറ്റിൽ ഇവിടെ സ്കെയർ വേണം എന്ന് രാഹുലേട്ടൻ പ്ലാൻ ഉണ്ട്. നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാത്തത് അത് രാഹുലേട്ടന്റെ ബ്രില്യൻസ് ആണ്. അപ്പൊ രാഹുലേട്ടൻ അങ്ങനെ വ്യക്തമായ ധാരണയുണ്ട് എവിടെ വേണമെന്ന്. ചില സ്ഥലങ്ങളിൽ ഞാൻ എന്റേതായ കുറച്ച് ഹിറ്റ് വിടും. അപ്പൊ രാഹുലേട്ടൻ വന്ന് കാണുമ്പോൾ രാഹുലേട്ടൻ അത് വർക്കോ. ചില സ്ഥലങ്ങളിൽ രാഹുലേട്ടൻ പറയണം ഇത് വേണ്ട, അത് രാഹുലേട്ടന്റെ പൊളി കോളാണ്, പുള്ളിക്ക് അറിയാം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓവർ ആവും. അപ്പൊ അത് ഞാൻ മറ്റേ ഓക്കെ ഞാൻ എന്റെ വെറുതെ ട്രൈ കാണിച്ചു കൊടുക്കും, ഇതല്ല വേണ്ടെന്ന് പറഞ്ഞാൽ മാറ്റി കൊടുക്കും അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ജയദേവേട്ടനെ എടുത്ത് പറയണം. ജയദേവേട്ടൻ ഭയങ്കര ശ്രദ്ധിച്ച ഭയങ്കര ഞാൻ ജയദേവേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് ഭയങ്കര രസമായിട്ട് പുള്ളി സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇച്ചന്റെ ഇവർ ഈ പ്രാണികൾ പോകുന്നതും എല്ലാ കാറ്റിന്റെ പരിപാടികളും ഭയങ്കര ക്രിസ്പി ക്ലിയർ ആയിട്ട് പുള്ളി സിഗരറ്റ് കത്തിക്കുന്ന ശബ്ദം വരെ. അതെ, അപ്പൊ ജയദേവേട്ടനും ഭയങ്കര രസമായിട്ട് സൗണ്ടിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാം കൂടി നമ്മളൊരു സിനിമ ഇതിനു മുമ്പേ നമ്മളെല്ലാം കാണുന്നത് എങ്ങനെയാ, എല്ലാം എന്താ പറയുക ഫുൾ ആൻഡ് ഫുൾ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാം ഇമ്പാക്റ്റിൽ കാണുന്നത്. നിങ്ങൾ ഇത് കാണുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട് ഒരുപാട് സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഡു യു ഹാവ് ഒരു ഫുൾ പ്രൊഡക്റ്റ് ആണോ നമ്മുടെ മുമ്പിൽ വരുന്നത് ഫോർ മ്യൂസിക് ചെയ്യാൻ, അതോ യു ഹാവ് ടു ഡു ഇറ്റ് ഫ്രം ദ റഷേഴ്സ്? അപ്പോൾ വാട്ട് വാസ് യുവർ പ്രോസസ്? ബിക്കോസ് ഇതാണ് നമ്മുടെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഇപ്പോൾ ഒരു പാരനോമൽ ആക്ടിവിറ്റി നടക്കുന്ന സീനാന്ന് വിചാരിക്കുക, അത് ഇഷ്ടംമാതിരി ഉണ്ടല്ലോ അതിൽ. അത് ഞങ്ങൾ കാണുന്നത് ഫുൾ ഇമ്പാക്റ്റിൽ ഫുൾ എന്താ പറയുക പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള സാധനം. നിങ്ങൾ ചെയ്യുന്നത് പാതി മുമ്പിലാണ്. സോ വേർ യു സീ ഓക്കെ ഫൈൻ, ഇതാണ് ഇതിന്റെ ഫൈനൽ വരാൻ പോണേ, ഇതാണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് ഉള്ള ഒരു കോൾ ഉണ്ടല്ലോ? ആദ്യം ഫസ്റ്റ് കട്ട് വരും. ഫസ്റ്റ് കട്ടിലേ പണി തുടങ്ങും. ഫസ്റ്റ് കട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവരെ ട്രിം ചെയ്യും. ലെങ്ത് കുറച്ച് നമ്മളൊരു ആദ്യത്തെ ഒരു 3 മണിക്കൂറോ അങ്ങനെ 3 മണിക്കൂർ ഉണ്ടായില്ല, പ്രമേഹം കുറച്ചുണ്ടായിരുന്നു. ഇതിന് അത്ര ഉണ്ടായില്ല, കുറച്ചുകൂടെ ക്രിസ്പായിട്ട് തന്നെയാണ് ഫസ്റ്റ് കട്ട് വന്നത്. വളരെ ചെറിയ ട്രിമ്മേ വന്നിട്ടുള്ളൂ. അപ്പൊ അതിലാദ്യം പിടിക്കും, അത് കഴിഞ്ഞിട്ട് അത് ഫൈനൽ കട്ടിലോട്ട് വരും. ആ സമയത്ത് ഓരോ സ്ഥലങ്ങളിൽ സ്കോർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് രാഹുലേട്ടൻ വന്ന് കേൾക്കും. അപ്പൊ മനസ്സിലാവും രാഹുലേട്ടന് വേണ്ടാത്ത കാര്യങ്ങൾ എന്താ, വേണ്ട കാര്യങ്ങൾ എന്താ എന്നുള്ള കാര്യം മനസ്സിലാവും. പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ ഇത്രയും 1 ലൈൻ മുതൽ കഥ കേൾക്കുന്നുണ്ട്, പല പല തരത്തിൽ എനിക്ക് കഥ അറിയാം, എന്തൊക്കെയാ നടക്കാൻ പോണേന്ന് അറിയാം. അപ്പൊ ഇങ്ങനെ വന്ന പോയിന്റില് ജഡ്ജ്മെന്റ് ഇത് മ്യൂസിക്കൽ വൈസ് ഓക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള തോന്നലല്ലാതെ ഇപ്പഴത്തെ ഓഡിയൻസ് ഇത് എങ്ങനെ എടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ അത് എല്ലാ പടത്തിലും ഉണ്ടാവാറുണ്ട്. എനിക്ക് ആ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. സൂക്ഷ്മദർശിനിക്ക് എനിക്ക് ഭയങ്കര ടെൻഷൻ, കാരണം അങ്ങനെ ഒരു നാടൻ ടെറൈനില് ഒരു ഹാരി പോട്ടറിഷ് ഓർക്കസ്ട്രൽ സാധനം വെക്കുമ്പോൾ അത് അക്സെപ്റ്റബിൾ ആവുമോ എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ അത് വർക്കായി. ഈ ക്രിസ്റ്റോ ഈ സിനിമയിൽ തന്നെ ഒരു റെഫറൻസ്, ഇപ്പോൾ രാഹുൽ തരാത്ത റെഫറൻസ്, യൂഷ്വലി ഒരു ഹൊറർ ജോണറിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സിനിമകൾ നിങ്ങൾ മുമ്പും കണ്ടിട്ടുണ്ടാവും. പക്ഷേ സംതിങ് പെർട്ടിക്കുലർലി കേരളത്തിൽ അവിടെ ഈ ആ ഒരു സ്ഥലത്ത് ഒരു ആർക്കിടെക്റ്റ്, ഒരു വീട്, അതിന് ചുറ്റുള്ള കാര്യങ്ങൾ, പിന്നെ അതിനൊപ്പം നടക്കുന്ന വേറെ പല പല കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ അതായത് ഏർബൻ തിങ്കിങ്ങിൽ ഒരാളുടെ വീടാണ്. അപ്പോൾ സ്പെസിഫിക്കലി പ്രണവ് മോഹൻലാലിനെ പ്ലേസ് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു അവിടെ നോട്ട് ചെയ്തിരുന്നത്? അദ്ദേഹത്തിൻ്റെ ആ ഒരു
ഓറയ്ക്കും ആ ഒരു ക്യാരക്ടറിനും ആ നോ കെയർ ആറ്റിറ്റ്യൂഡിനും ഒക്കെ? ഞാൻ അങ്ങനെ ക്യാരക്ടർ അങ്ങനെ ഞാൻ പിടിച്ചിട്ടില്ല. പക്ഷെ പുള്ളി ഫേസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഭയങ്കര രസമായിട്ട് അപ്പുചേട്ടന് ഭയങ്കര അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഈ നോട്ടത്തിൽ തീവ്രത ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്റെ ഐഡിയ ഈസിയാണ്. ഓക്കെ, അപ്പൊ ഇന്ന സാധനം ഭയങ്കര മിനിമൽ ആണേലും അത് മതി. അവിടെ നമ്മൾ ലൗഡ് മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ ഓവർ പവർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു തീരുമാനം ഭയങ്കരമായിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് മ്യൂസിക് മതി, നമ്മൾ മറ്റേ മ്യൂസിക് കേൾപ്പിക്കാൻ വേണ്ടി മ്യൂസിക് ചെയ്യണ്ട എന്നുള്ള കോള് ഓൾറെഡി ഉണ്ടായിരുന്നു. ഏറ്റവും അധികം സമയമെടുത്തൊരു സീൻ ഉണ്ടാവും? സീൻ ഏതാന്ന് പറയണ്ട, പക്ഷെ എനിക്ക് ആൾക്കാർ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, സ്പോയിലർ ആയിട്ടല്ല. സീനില്ല, സീനൊക്കെ ഇപ്പൊ ചിലത് കണ്ടിട്ട് വർക്കായാലും അടുത്ത എന്റെ ഇപ്പൊ ഞാൻ ചിലപ്പോ റെഫറൻസ് ട്രാക്ക് വെച്ചിട്ടായിരിക്കും എഡിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇതങ്ങ് മാറ്റും. അത് എന്റെ സ്ഥിരം പരിപാടി. എനിക്ക് അതല്ലാതെ ഞാൻ എന്റേതായ ഒരു ഐഡിയ കൊടുക്കും. എന്നിട്ട് ചിലപ്പോൾ രാഹുലേട്ടൻ ഉദ്ദേശിക്കുന്ന മറ്റേതിലുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും പുള്ളിക്ക് അത് വർക്കാവുന്നത്. അപ്പോൾ അത് എൻ്റെ ഐഡിയ വർക്കായില്ലെങ്കിൽ അതിലെന്താണ് അതിലെന്താണ് ക്രാക്ക് ആവുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതല്ലാതെ എൻ്റെതായ രീതിയിൽ ആ മൂഡ് ക്രിയേറ്റ് ആവുന്ന ഒരു ഐഡിയ കൊടുക്കാനായിട്ടാണ് ട്രൈ ചെയ്യാറ്. അപ്പം അങ്ങനെയുള്ള ടൈമേ കൂടുതൽ, അത് ടൈം എടുത്തിട്ടില്ല. രാഹുലേട്ടൻ വരും, ഇതെല്ലാം പറഞ്ഞ് ഓക്കെ അടുത്ത സാധനം തരാം, എന്നിട്ട് രാഹുലേട്ടൻ പറഞ്ഞു വിടും. പിന്നെ 2 ദിവസം ഇരുന്ന് വർക്ക് ചെയ്യും. എത്ര വർഷം ചെയ്തിട്ടുണ്ട് അങ്ങനെ? എൻക്രെഡിറ്റ് ട്രാക്കിന് ഞാൻ 7 വർഷം ചെയ്തിട്ടുണ്ടാവും. 7 വർഷം. സ്കോറ് ചില സ്ഥലങ്ങളൊക്കെ, പക്ഷെ അത് ബോധറാവില്ല. ഞാൻ മറ്റേ രാഹുലേട്ടനെ എനിക്ക് അറിയാം, രാഹുലേട്ടൻ്റെ കോള് അടിപൊളിയാണ്. അപ്പോൾ അത് കാരണം പുള്ളിക്ക് എന്നെ അറിയാം. എനിക്ക് ചിലപ്പോൾ ഇപ്പൊ ബ്രഹ്മേഗത്തിന്റെ കഥ പറയുവാണെങ്കിൽ എൻക്രെഡിറ്റ് ട്രാക്കിലോട്ട് വീഴാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടായിരുന്നു. രാഹുലേട്ടൻ അപ്പൊ ഞാൻ പറയും, രാഹുലേട്ട എന്റെ കൈവിടരുത്, എനിക്ക് സമയം തന്നെ, ഞാൻ പൊളിസാനം തരും, പക്ഷെ ശ്രമങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കാം. അങ്ങനെ ഉള്ള പോയിന്റുകളിൽ അങ്ങനെ ടൈം തരും എനിക്ക്, കുഴപ്പമില്ല, നീ അടുത്ത സാധനം എന്താ എന്ന് പറയും. പക്ഷെ ഈ സമയം ഉണ്ടല്ലോ, ഈ ക്രാക്ക് ചെയ്യാൻ വരുന്ന സമയം വരയ്ക്കുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങേർക്കും അദ്ദേഹത്തിന് ചുറ്റുള്ള ആൾക്കാർക്കും ഒക്കെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. നിങ്ങളുടെ സ്വഭാവം മാറും, എന്നാൽ മറ്റുള്ളവർക്കും അതേ, കാരണം യു ആർ ഇൻ ദാറ്റ് സോൺ. അപ്പോൾ സ്വയം എങ്ങനെയാണ് ഒരു മാനസിക സന്തുലനം, അതായത് ഒരു മെന്റൽ ഈക്വിലിബ്രിയം എങ്ങനെ കൊണ്ടുവരണം? ചില പോയിന്റിൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ സ്ട്രെസ് വരാറില്ല, പക്ഷെ എനിക്ക് സാധനം കിട്ടണില്ലല്ലോ എന്നുള്ള പോയിന്റിലൊക്കെ വരും. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഒന്നുമില്ല, ഞാൻ കുറെ നേരം ചിലപ്പോൾ സ്റ്റുഡിയോയിൽ ഇരിക്കും, കുറെ നേരം ഉറങ്ങും, മാക്സിമം ഉറങ്ങും ഞാൻ, എനിക്ക് മറ്റേ മൈൻഡ് ഫ്രീ ആക്കാനായിട്ട്. പക്ഷെ എന്നാലും ഉറങ്ങാൻ പറ്റാറില്ല, ചിലപ്പോൾ നേരത്തെ എഴുന്നേക്കും. പിന്നെ ചില പോയിന്റുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞു വരരുത്, ഇപ്പൊ എനിക്ക് എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, എങ്ങനെ റിയാക്ട് ചെയ്താലും ഡാർക്ക് അടിക്കരുത്, ചിലപ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കും. പക്ഷെ അവന്മാർക്കും അതിന്റെ വോയിസിന് അറിയാം. അപ്പൊ അവന്മാരും ഭയങ്കര രസമായിട്ട് എൻ്റെ കൂടെ നിന്നതും. അപ്പോൾ അങ്ങനെ ഈ സ്ട്രെസ് ഉണ്ടാവും. പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ ഈ പ്രസവവേദന പോലെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര എല്ലാം മറന്ന് നമ്മള് ഇതെല്ലാം മറക്കും, ഈ പെയിനൊക്കെ ഒറ്റയടിക്ക് മറക്കും. എപ്പോഴെങ്കിലും ഒരു എന്താ പറയാ ബ്ലോക്ക് അങ്ങനെ കിട്ടാറ്? ബ്ലോക്ക് അപ്പൊ അത്, പക്ഷെ അത് നമുക്കൊരു വിശ്വാസം വേണം. റിലീജിയസ് ഞാൻ പറയുന്നില്ല, പക്ഷെ മാനസിക ഐ വിൽ ക്രാക്ക് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് ഈ പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് എങ്ങനെയാ ചേച്ചി? എന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലായിടത്തും പറഞ്ഞു, എനിക്ക് ഭയങ്കര ആഗ്രഹിച്ച് ഇത് ഞാൻ ചെയ്യുള്ളൂ. ഞാൻ വീട്ടിലൊക്കെ വഴക്കുണ്ടാക്കിയിട്ടാണ് ഇതിലോട്ട് ഇറങ്ങിയത്. അപ്പോ ഞാൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് ഇനി എനിക്ക് ഇത് വിട്ടുകളയാൻ പറ്റില്ല. എന്റെ മാക്സിമം ചത്താലും ഞാൻ എങ്ങനെയും സാധനം കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഇത് വെച്ചിട്ട്, ആ ഒരു ഫെയ്ത്ത് വെച്ചിട്ടാണ് വരുന്നത്. അത് എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്ത് നടന്നു. ഇനി അത് കൈവിട്ട് കളയാതെ അടുത്ത മാനിഫെസ്റ്റേഷൻ വെച്ചുകൊണ്ട് ആദ്യമായിട്ടുണ്ടല്ലോ എനിക്കിതാണ് എൻ്റെ ലൈഫ് എന്ന്, മ്യൂസിക്കും നോട്ട്സുമാണ് എൻ്റെ ജീവിതം എന്ന് തോന്നിയ കാലം എന്തായിരുന്നു? ജസ്റ്റ് വൺ തിങ് യു സഡൻലി സോ, അതല്ലെങ്കിൽ ഒരാളുടെ ഒരു കോമ്പോസിഷൻ കേട്ടോ, അന്നൊന്നും ഇങ്ങനെ എന്തായിരുന്നു? ചെറുപ്പം മുതലേ പാട്ടിലോട്ട് എന്നെ തള്ളിവിട്ടത് അമ്മയാണ്. അമ്മ സ്റ്റേജ് എനിക്ക് പാടാൻ കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാർ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് ഓരോ സ്റ്റേജിൽ കയറ്റുന്നത്. അപ്പോൾ അത് എല്ലാത്തിനും ഫസ്റ്റ് അടിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ഒക്കെ അടിക്കും. കാർ മേടിച്ചെന്നോ? ആ, കാർ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ കരയും ആ സമയത്ത്. എന്നിട്ട് അങ്ങനെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. പിന്നെ എത്ര പ്രായമുണ്ട്? ചെറുപ്പം മുതലേ ഞാൻ മറ്റേ LKG മുതൽ ഞാൻ ബേസിക് വന്ദേ മാതരം, വന്ദേ മാതരം ഇതാണ് എന്നെ ആദ്യമായിട്ട് അമ്മ സ്കൂളിൽ പഠിച്ചത്. എനിക്ക് LKG 1 കണ്ടാണ് കോമ്പറ്റീഷൻ വരുന്നത്. അത് പേടിച്ച് പറച്ച് പേപ്പറൊക്കെ പിടിച്ച് ഇങ്ങനെ പാടി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ മറ്റേ കുറേ സ്കൂളുകൾ ചെയ്തു. ഒരു പോയിന്റ് ആയപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ് സിലബസിലോട്ട് ചാടി. തേവര SH സ്കൂളിലായിരുന്നു സ്റ്റേറ്റ് സിലബസ്. അവിടെ പഠിക്കുന്ന സമയത്ത് മ്യൂസിക് ടീച്ചർ എലിസബത്ത് രാജു സിംഗറാണ്. അപ്പോൾ പുള്ളിക്കാരി അവിടെ നവതി, സ്കൂളിന്റെ നവതിയായിരുന്നു. അപ്പൊ ആ ടൈമിൽ ഒരു പാട്ടുണ്ടാക്കി. അപ്പൊ പാട്ടുണ്ടാക്കാൻ ഞാൻ വിചാരിച്ച ആ സമയത്ത് വലിയ വലിയ ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, നമുക്ക് അറിയില്ലല്ലോ, ആ പ്രായമുള്ളൂ.
അപ്പോൾ ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു പാട്ടുണ്ടാക്കാൻ മറ്റേ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അംഗീകാരം ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് അറിയില്ലല്ലോ ഇതിനെപ്പറ്റി. വേണ്ട, നമുക്ക് ഇതിനെപ്പറ്റി ഉണ്ടാക്കാം, നമുക്കൊരു നല്ല മെലഡി ഉണ്ടാക്കാൻ പറ്റിയ നമ്മൾ കമ്പോസർ ആണെന്ന് പറഞ്ഞു. വന്നാൽ പിന്നെ ഞാനും ഉണ്ടാക്കി നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ ഇങ്ങനെ അമ്മയോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മുടെ പള്ളിയിലൊരു അങ്കിളുണ്ട്, CP ജോൺ അങ്കിള് കുറേ പുസ്തകമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്കിള് ഒരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പ ആ പാട്ട് കൊണ്ടുവന്നു, ഒരു ഡിവോഷണൽ സോങ്. ഞാൻ അത് കമ്പോസ് ചെയ്ത് തന്നു. അതിപ്പോഴും യൂട്യൂബിലുണ്ട്. അതെന്തായിരുന്നു പേര്? സക്രാരിയിൽ എന്ന് പറഞ്ഞൊരു, സക്രാരിയിൽ സത്യമായി വാണിടും യേശുനാഥ എന്ന് പറഞ്ഞിട്ടൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്. അതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര വർക്ക്. എനിക്കും കൊള്ളാലോ, ചെറിയ എനിക്ക് പണി അറിയാമെന്നുള്ള തോന്നൽ വന്നു. ഇത് ഏത് പ്രായത്തിലായിരുന്നു? അത് ഞാൻ 10th കഴിഞ്ഞ ടൈമിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ പരിപാടികൾ. പിന്നെ സൗണ്ട് എഞ്ചിനീയറിംഗ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ സമയത്ത് വീട്ടിൽ സാമ്പത്തികമായിട്ട് അതൊന്നും വേണോ, നടക്കില്ല എന്നുള്ള കാര്യം. ഓക്കെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ സീനില് ഇന്റർനെറ്റ് ഉണ്ട് വീട്ടിൽ, ഞാൻ യൂട്യൂബും ഉണ്ട്. യൂട്യൂബ് ഞാൻ നോക്കി. ആ സമയത്ത് ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഇതിന്റെ പ്രൊഡക്ഷൻ പരിപാടികൾ നോക്കി. അങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് ഞാൻ ചില സോഫ്റ്റ്വെയർസ്, അന്ന് പഴയ കമ്പ്യൂട്ടർ, മറ്റേ വീട്ടിലത്തേക്ക് ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്ന ഒരു കാലം ഉണ്ടല്ലോ, ആ കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് തുടങ്ങി. അന്ന് പ്രോഗ്രാമിംഗ് ഇല്ല. എൻ്റെ ഒരു കസിൻ ചേട്ടൻ്റെ ഒരു കീബോർഡ് ഉണ്ടായിരുന്നു വീട്ടില്, CTK110, അങ്ങനെ ഇതൊരു പഴയ ഒരു ബേസിക് കുഴപ്പമില്ലാത്ത കീബോർഡ്. ഇതിൽ ഞാൻ എൻ്റെ PC-യിലോട്ട് കൊടുത്തിട്ട് അതിലുള്ള ടോൺസ് വെച്ചിട്ട് ഞാൻ ഓരോരോ സാധനങ്ങൾ ആദ്യം ഉണ്ടാക്കി തുടങ്ങി. അത് ഒഡാസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേസിക് സോഫ്റ്റ്വെയറാണ്. അതിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ അടുത്ത സോഫ്റ്റ്വെയറിനെ പറ്റി സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിച്ചു, യൂട്യൂബ് നോക്കി അത് പഠിച്ചു. അങ്ങനെ പിന്നെ ഒരു പോയിന്റ് ആയപ്പോൾ ഞാൻ ഇങ്ങനെ സുഷിൻ ചേട്ടനെ അസിസ്റ്റ് ചെയ്യാനുള്ള പരിപാടി, സുഷിൻ ചേട്ടനെ വിളിച്ച് ശല്യം ചെയ്യൽ പരിപാടികളൊക്കെ ആയിരുന്നു. അല്ല, അങ്ങനെ ഭീകരശല്യം അല്ല, പക്ഷെ പുള്ളിക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ ഒരാളുണ്ട് എന്നുള്ള സാധനം മനസ്സിലാകാൻ വേണ്ടിയുള്ള രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നു. ഒരു പോയിന്റ് ആയപ്പോൾ നമ്മുടെ ജൂൺ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, ആ സിനിമയിലെ മെയിൻ പ്രോഗ്രാമേഴ്സിൽ 2 പേര്, ഒന്ന് വർക്ക് ചേട്ടൻ ഇപ്പൊ കമ്പോസറാണ്, റെക്സ് ജോർജ്. റെക്സേട്ടന്റെ സോണിക്കയിൽ എന്ന് സ്റ്റുഡിയോ ആണ്. റെക്സേട്ടന്റെ അടുത്താണ് ഞാൻ എന്റെ മിഡി കൺട്രോളർ വാങ്ങണത്. ഒരു കുറച്ചുകൂടെ അടിപൊളി ഒരു കീബോർഡൊക്കെ വാങ്ങിച്ചു, ഒരു സെക്കൻഡ് ഹാൻഡ് കീബോർഡ്. ആ കീബോർഡാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യണത്. അപ്പോൾ ആ റെക്സേട്ടനെ അന്ന് റെക്സേട്ടനെ പരിചയപ്പെടാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണം പഠിക്കാനായിട്ട് വരാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ജൂൺ ആയപ്പോൾ റെക്സേട്ടൻ നീ സാധനങ്ങളൊക്കെ ഇട്ട് പോവാ. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ ഇല്ല, മെയിൻ കമ്പ്യൂട്ടർ ഒന്നും ഇല്ല. ഈ പറഞ്ഞ 2 GB റാമുള്ള ആ സമയത്ത് ഞാൻ ഒരു ഗൗരി ലക്ഷ്മിനെ വെച്ചിട്ട് ഞാൻ ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ട്രാക്ക് ചെയ്യേണ്ട സമയത്ത് എൻ്റെ മെഷീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് പ്ലേ ആവും. ഇപ്പൊ ഞാനൊരു ഐഡിയ കീബോർഡിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്ലേ ചെയ്യാൻ പറ്റില്ല. പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ കേൾക്കുള്ളൂ. അപ്പൊ ഞാനിത് എക്സ്പോർട്ട് അടിച്ചിട്ട് കേട്ട് നോക്കും. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ ഇത് കറക്ഷൻ ഉണ്ട്. ഓക്കെ, വീണ്ടും വരാണ്ട് ആ നോട്ട് മാറ്റും, എന്നിട്ട് വീണ്ടും ബൗൺസ് ചെയ്ത് കേട്ട് നോക്കും. അങ്ങനെയായിരുന്നു ആ പാട്ട് ഞാൻ ചെയ്തു. കയറി ചേച്ചത് പാടി തന്നു. അത് കഴിഞ്ഞിട്ട് ഈ സീൻ വന്നപ്പോൾ, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എൻ്റെ അങ്കിള് ഉണ്ട്. അങ്കിളെടുത്ത് ഞാൻ പറഞ്ഞു എനിക്കൊരു കമ്പ്യൂട്ടർ വാങ്ങി തന്നെ. അപ്പോൾ ശിബുച്ചാച്ചൻ എന്ന പിള്ളയുടെ പേര്. അപ്പോൾ എനിക്കൊരു കമ്പ്യൂട്ടർ ഞാൻ കടമായിട്ടാണ് ഞാൻ തീർത്തോളാം പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്ത് വിശ്വസിച്ചാ പുള്ളി എനിക്ക് അത് തന്നെന്ന് എനിക്കറിയില്ല ഇപ്പോഴും. എന്നിട്ട് പുള്ളി എനിക്ക് ആ കമ്പ്യൂട്ടർ തന്നു. അത് വെച്ചിട്ട് ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ജൂണിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പോഴും കടങ്ങൾ തീർക്കാനായിട്ടില്ല, എൻ്റെ കയ്യിൽ കാശ് വന്നില്ല. പഠനമായതുകൊണ്ട് ആ സമയത്ത് പഠനമാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ പരസ്യങ്ങൾ ചെയ്തു തുടങ്ങി. സുഷിൻ ചേട്ടൻ്റെ അടുത്ത് കയറി, അവിടെ കയറി ഓരോരോ പരിപാടികൾ വർക്ക് ചെയ്ത് അങ്ങനെ എത്തി. പിന്നെ അതിന്റെ ഒരു പോയിന്റ് ആയപ്പോ ഞാൻ കാശൊക്കെ കൊടുത്തു, കുറച്ച് കാശ് കൂടുതൽ കൊടുത്തു. വെരി ഗുഡ്. അപ്പോ ഞാൻ പുള്ളി ഭയങ്കര പ്രൗഡാണ്. ഞാൻ എപ്പോഴും എന്ത് പരിപാടി ആകുമ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുടെ അനുഗ്രഹവും സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ട്. അപ്പൊ ഈ സാധനം എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. അപ്പൊ എന്റെ മാക്സിമം വിട്ട്. വെരി ഗുഡ്. വളരെ ഇപ്പൊ എന്നോട് കുറെ പേര് ചോദിക്കും എന്താ നീ പടങ്ങൾ ഒരുപാട് ചെയ്യാത്തെന്നിരിക്കും. പക്ഷെ ഇതാണ് എനിക്ക് എല്ലാം കൂടി ചെയ്യുമ്പോൾ വൃത്തിയാവില്ല. എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാ കുറെ പടങ്ങൾ ചെയ്യണം. 5 പടമല്ലേ ചെയ്തപ്പോ? മൊത്തം ചെയ്ത പടങ്ങള് മദനോത്സവം, ജേണി ഓഫ് ലൈഫ് 18+, ബ്രഹ്മയുഗം, ടർബോ, സൂക്ഷ്മദർശിനി, സ്വർഗവാസല് 2024 തമിഴ് പടം, പിന്നെ ഇപ്പൊ DSRയിൽ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഓരോ കുട്ടികളും ഇങ്ങനെ മ്യൂസീഷ്യൻ ആവണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളുടെ കഥയിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പിറേഷൻ താനിപ്പോൾ ഈ പറഞ്ഞത്. അതായത് പിന്നാലെ പോയി നടന്ന് പഠിച്ച് ഒരുപാട് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ
നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ മറ്റേ ബൈസൺ സിനിമയുടെ ഇന്റർവ്യൂ ഞാൻ മാരിയോട് പറയായിരുന്നു, മാരി സീൻ കാണുക നമുക്കറിയാം അയാൾ അവിടെ എത്തിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ സ്ട്രഗിൾ ആർക്കും അറിയില്ല. അതാണ് സിനിമ. അപ്പോൾ അന്ന് കാലത്ത് ഇങ്ങനെ ഈ കമ്പ്യൂട്ടർ പഠിക്കാനും അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഉണ്ടെന്നൊരു സ്വപ്നം ഇപ്പം അത് സാക്ഷാത്കരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്വപ്നം അത് വാങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാളെ കാണുമ്പോൾ അങ്ങനെ എന്നാണ് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റുക, അങ്ങനെ എന്തെങ്കിലും ഒരു മെമ്മറി? സുഷിൻ ചേട്ടന് കട്ട ഫാൻ ബോയ് ആയിരുന്നു ഞാൻ. എസ്ര ഹൊററായിരുന്നു ആ സമയത്ത്, ഇവിടെ എല്ലാരും ഞെട്ടിച്ച പടമായിരുന്നു. അതെ അതെ അതെ. അന്ന് ഹൊറർ ഇത്ര അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരാള് എന്നുള്ള ഇത് അന്ന് ഹൈ കിട്ടിയിട്ടാണ് സുഷിൻ ചേട്ടനെ ഓക്കെ ടാർജറ്റ് ലോക്ക് അങ്ങനെ സുഷിൻ ചേട്ടനെ എടുത്തോട്ട് പോയി. പക്ഷെ വിചാരിച്ച കാര്യം നടത്തുമല്ലേ? വെരി ഗുഡ്, ലൈക്ക് ഇറ്റ്. അതെ. അപ്പോൾ അതാ ചിലതൊന്നും ഈ ഇൻഡസ്ട്രിയിലുണ്ട് ചിലപ്പോൾ വിചാരിച്ച പോലെ പോകാൻ പറ്റിയില്ല. അപ്പൊ അടുത്ത എങ്ങനെയാ ഓപ്ഷൻ ബി? പക്ഷെ ഇതൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്നുള്ളതിന് എക്സാമ്പിൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് മിക്കോട് ഞാൻ പറഞ്ഞു, നമ്മൾ എന്താ ആഗ്രഹിച്ചാലും നടക്കും. എൻ്റെ അമ്മ എന്നോ ചെറുപ്പം പോലെ പറയും, ഞാൻ പണ്ടിങ്ങനെ വെറുതെ നമ്മളിങ്ങനെ പറയും, ഇപ്പൊ ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിൽ പാട്ടൊക്കെ ചെയ്യണ സമയത്ത് ഞാൻ ഇന്ന ആളെ കൊണ്ട് പാടിപ്പിക്കും എന്നൊക്കെ ആ സമയത്ത് പറയുമ്പോൾ അമ്മ ചേച്ചിമാരൊക്കെ കളിയാക്കുന്ന സമയത്ത് അമ്മ ആ സമയത്ത് പറയും, ഇല്ല പറഞ്ഞാൽ നടക്കും, അവൻ പറയട്ടെ, അവൻ പറഞ്ഞാൽ നടക്കും എന്ന് അമ്മ പറയണം. അപ്പോൾ അത് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ചിലപ്പോൾ പലരുടെയും പാരന്റ്സ് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു തരും, നീ എന്താ പറയണത്, നടക്കാൻ പോണില്ല എന്നൊക്കെ ചിലപ്പോൾ പറയും. പക്ഷെ അത് അമ്മ പറഞ്ഞ നല്ല കാര്യം. ഈ DSRയിലേക്ക് വരുന്ന സമയത്ത് എഗെയിൻ എന്താ പറയാ, വീണ്ടും ഒരു ഹൊററിലേക്ക് വരുമ്പോൾ സൂക്ഷ്മദർശിനി അങ്ങനെയായിരുന്നില്ലല്ലോ. അവിടെ ഞങ്ങളുടെ ഇതിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ ഒരു കഥ വന്ന് പറഞ്ഞ് രാഹുൽ പറയുമ്പോൾ ഈ ഒരു സത്യം പറഞ്ഞാൽ ആദ്യത്തെ പ്രോസസ്സ് കിട്ടാനായിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ശരിക്കും പറഞ്ഞ ഒരു താങ്കളുടെ റിച്വൽ എന്താണ് ഒരു സിനിമ ഒരു പടം വർക്ക് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത്? ഒരു ക്രിസ്റ്റോ സേവിയർ പ്രോസസ്സ് എന്താ? പടം കാണും ആദ്യമായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇതിൽ എന്ത് പുതിയത് ചെയ്യാമെന്ന് ഞാൻ ആലോചിക്കും. എൻ്റെ സ്റ്റുഡിയോയിലുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നോക്കി ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെങ്ങനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് ആലോചിക്കും. അങ്ങനെ ഓരോ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാമെന്നൊക്കെ ആലോചിക്കും. വേറെ ആൾക്കാരുടെ ട്രാക്കുകളൊക്കെ കേട്ടു അവരെങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യണേ എന്നൊക്കെ നോക്കാറുണ്ട്. ഞാൻ ലുഡ്വിഗ് ഗൊറാൻസന്റെ ഭയങ്കര ഫാനാണ്. ലുഡ്വിഗ്, ഹാൻസ് സിമ്മർ, അവരൊക്കെ ഭയങ്കര എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഞാൻ കാണാറുണ്ട്. എനിക്ക് അത് കാരണം സായിപ്പുമാർക്ക് മാത്രമല്ല എനിക്കും പറ്റിക്കൂടെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ അവരുടെയും തല ഒന്ന് തന്നെയല്ലേ. അപ്പോ എന്തുകൊണ്ട് ഞാൻ അവർ ചിന്തിക്കുന്ന പോലെ അല്ലാതെ ഒരു പുതിയ സാധനം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ വർക്കൗട്ട് ആയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ബ്രഹ്മയോഗം ചെയ്യണത്. ബ്രഹ്മയോഗം എനിക്ക് ഭയങ്കര എനർജി തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് സ്കോറിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അത് നമ്മൾ അങ്ങനെ ചിന്തിച്ച് ചെയ്യുന്നതിന്റെ റിസൾട്ട് ഭയങ്കര വലുതാണെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് ഓൺലൈനിലെ മീഡിയ ആൾക്കാർ വന്ന് ചോദിച്ചു, എനിക്ക് ആദ്യം പേര് വന്ന് തന്നെയാണ്. ഓഫ് കോഴ്സ് പ്രണവ് മോഹൻലാൽ ലേറ്റസ്റ്റ് ബെസ്റ്റ് എന്ന് പറഞ്ഞു, പിന്നെ വന്ന് ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക്. പക്ഷെ അതാണ് ഒരു സിനിമയിൽ ഒരു സീൻ എലിവേറ്റ് ചെയ്യാൻ ക്രിസ്റ്റോയുടെ എഫേർട്ട് അത് സീനിൽ കാണാറുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഒരു സീൻ അതിനെ നെക്സ്റ്റ് ലെവലിലെ ആക്കാനും ഈ കണ്ട ജനതകളെ മുഴുവൻ പേടിപ്പിക്കാനും ഓക്കെ, അതെങ്ങനെയായിരുന്നു അത് എവിടെയത് ഇത്ര വേണം അല്ലെങ്കിൽ ഇത്രയ്ക്ക് വേണ്ട അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ റൈറ്റ് പോയിന്റ് എന്നുള്ള ഒരു കോൾ ഉണ്ടല്ലോ മെന്റലി, അത് എങ്ങനെയാണ് വരുന്നത്? ചില പോയിന്റുകൾ എന്റെ കോള് തെറ്റാറുണ്ട്. അപ്പൊ ഞാൻ രാഹുലേട്ടൻ ഡയറക്ടർ രാഹുലേട്ടന്റെ കോള് ഭയങ്കര പൊളിയാണ്. ചില സമയത്ത് ഞാൻ കൊടുക്കുന്ന സാധനം ഞാനിപ്പോ പറയാം, ഇപ്പൊ ഞാൻ കൊടുക്കുന്ന സാധനം വർക്കാവാതെ രാഹുലേട്ടൻ വർക്കല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് രാഹുലേട്ടൻ വിടാം ഇതായിരുന്നു വർക്ക് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അതിപ്പോ ബ്രഹ്മയോഗത്തിലോട്ട് വരുമ്പോ ലാസ്റ്റ് പോർച്ചുഗീസുകാർ വരുന്ന വെള്ളത്തിൽ കൂടെ ആ ഏരിയയിൽ ഞാൻ ഒരു തീം ചെയ്തു. അപ്പൊ രാഹുലേട്ടൻ അന്ന് VST ഫുൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് ഞാൻ കേൾപ്പിച്ചു കൊടുക്കുന്നത്. രാഹുലേട്ടൻ വേണ്ട ഇതല്ല പരിപാടി. രാഹുലേട്ടൻ വെയിറ്റ് ചെയ്യും, ഞാനത് പ്രോപ്പറായിട്ട് ലൈവൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുത്ത്. അപ്പൊ എനിക്കത് കമ്മ്യൂണിക്കേറ്റ് എന്താണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് മനസ്സിലാവാത്തോണ്ടാണ് സമയത്ത്. പക്ഷെ രാഹുലേട്ടൻ വിളിച്ചിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. ഇതാണ് സംഭവം, പരിപാടി ആയില്ലേ എന്നുള്ളതാണ്. ചില പോയിന്റിൽ രാഹുലേട്ടന്റെ കോളുകൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നാറുണ്ട്. എടാ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആവും, ഓക്കെ ഓക്കെ. അപ്പൊ പുള്ളിക്ക് വ്യക്തമായ ധാരണ ഉണ്ട് എവിടെ എന്ത് വേണം എന്നുള്ളത്. അത് കുറച്ച് കംഫർട്ട് സോൺ കൂടി ഉണ്ട് രാഹുലിന്റെ അടുത്തുള്ള ഒരു കംഫർട്ട് സോൺ കൂടെ എല്ലാവരും നിങ്ങളുടെ എല്ലാവരും ഉണ്ട്. പക്ഷെ പുതിയൊരു ഡയറക്ടറിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് ഒരു ആദ്യം തന്നെ ഇടപെടണമല്ലോ. ആദ്യം തന്നെ നിങ്ങളുടെ ഒരു റാപ്പ് ഉണ്ടായിരുന്നു, നല്ല മ്യൂസിക്കിലേക്ക് റാപ്പ് വരുള്ളൂ. അത് കുറെ സമയം പിടിക്കുന്നത് തന്നെ സംസാരിക്കും. എപ്പോഴും ഞാൻ വർക്ക് ചെയ്യണതിന് മുമ്പ് വെറുതെ സംസാരിക്കും, എന്താണ് ഈ സീൻ ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ. എന്റെ കുറെ മണ്ടത്തരങ്ങൾ ഞാൻ അടിക്കും. അപ്പൊ ആ മണ്ടത്തരങ്ങൾ ചിലത് വർക്കാവും, മണ്ടത്തരം ചിലപ്പോ വർക്ക്. അപ്പൊ അതിനെങ്ങനെ പിടിക്കാന്നുള്ള സാധനം. പിന്നെ ചിലപ്പോ ഞാൻ പറയണ കാര്യങ്ങളായിരിക്കില്ല ഞാൻ ചെയ്യണത്. പക്ഷെ എന്റെ എക്സിക്യൂഷൻ ചിലപ്പോ അത്ര ഈസി ആയിരിക്കില്ല. അപ്പോ
ചിലപ്പോ അത് ആ ഐഡിയ വെച്ചിട്ട് വേറൊരു പരിപാടിയൊക്കെ ട്രൈ ചെയ്ത് അങ്ങനെയൊക്കെ. എപ്പോഴും ഒരു ഗോ ടു ഇൻസ്ട്രുമെന്റ് എന്താ? ക്രിസ്റ്റോ സേവിയറിന്റെ ട്യൂണുകളിൽ ഏറ്റവും അധികം താങ്കളുടെ സിഗ്നേച്ചർ ഇൻസ്ട്രുമെന്റ് എന്താ? ഇലക്ട്രോണിക് സിന്ത് ആയിരിക്കും. സിന്ത് ടോണുകള് താങ്കൾ അങ്ങനെ കുറെ പാട്ടുകൾ ചെയ്തിട്ടില്ലേ സിന്തില്? അതെ. സിന്ത് പക്ഷെ ഗിറ്റാറിലാണ് ആക്ച്വലി ആരംഭം. ഇതിൽ നമ്മള് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ജംബുവാൻ കാലത്തുള്ള ഒരു പിയാനോ ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. അത് ഇവിടെ ഉണ്ട്, നമ്മുടെ CAC അതുണ്ട്. അപ്പോൾ ആ പിയാനോ നമ്മള് ഫുൾ ഓപ്പൺ ആക്കി, അപ്രൈറ്റ് പിയാനോ ഫുൾ തുറന്നിട്ട് അതിന്റെ സ്ട്രിങ്സിൽ കീസിൽ പ്ലേ ചെയ്യുന്നതിന് പകരം കീസിൽ നമ്മൾ കുറെ ടോൺസ് റെക്കോർഡ് ചെയ്തു. അതിന് സ്ട്രിങ്സിൽ ഇങ്ങനെ സ്ട്രിങ്സ് ഇരിക്കുക, അപ്പൊ കൈ ഇടാനുള്ള സ്ഥലമില്ല ശരിക്കും, ചെറിയൊരു ഗ്യാപ്പുള്ള. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്ലക്ക് ചെയ്ത് കുറച്ച് ടോൺസ് റെക്കോർഡ് ചെയ്തു. കുറെ സാമ്പിൾസ് അതിൻ്റെ അകത്ത് എടുത്തു. അതൊക്കെ വെച്ചിട്ട് കുറെ രസമുള്ള പരിപാടികൾ. ചിലപ്പോ പെട്ടെന്ന് ഇടപെട്ട് ഒരു അബ്രപ്റ്റ് സ്റ്റോപ്പാണ്. നമ്മൾ ഇനി ദൈവമേ ഇതിപ്പോ തുടങ്ങും ഇനി വീണ്ടും അങ്ങനത്തെ സിറ്റുവേഷനിൽ ഹൗ ഡു യു ഡിസൈഡ്? ഓക്കെ നിർത്താൻ. അല്ല അത് അതെന്റെ തോന്നിയ ദിവസങ്ങൾ കുറെയൊക്കെ എനിക്ക് അങ്ങനെ അൺഎക്സ്പെക്ടഡ് ബ്രേക്കുകളൊക്കെ കൊടുക്കാൻ. ഞാൻ ഇപ്പൊ ഇത് നോക്കിയാൽ മതി, ദ ഡേ ഓഫ് റാത്ത് നോക്കിയാൽ ആദ്യത്തെ ബിൽഡപ്പ് വരുന്ന 1.5 മിനിറ്റോളം ബിൽഡപ്പാണ്. എനിക്ക് ആദ്യം ഇത് എങ്ങനെ ആൾക്കാർ എടുക്കുന്നു, കാരണം ബോറടിക്കാതെ ആൾക്കാർ അവിടെ വരെ കേട്ടിരിക്കുന്നുണ്ട്. അത് ഒരു സക്സസ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. അവിടെ എത്തുന്നു, ബ്രേക്ക്, പിന്നെ ഒരു ജംസ്കെയർ ഞാൻ കൊടുത്തേക്കുന്നത്, പിന്നെ ഡ്രോപ്പ് കയറുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഇടയിൽ വരുമ്പോ വീണ്ടും ഒരു ഡ്രോപ്പ്. അത് വെറുതെ എന്റെ രാഹുലേട്ടൻ പറഞ്ഞു ഇത് വേണോ ഇത് മതി, അത് ഞാൻ മറ്റേ വാശി പിടിച്ച് അത് ഞാൻ മാറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡയറക്ടേഴ്സിന്റെ അടുത്ത് വാശി പിടിക്കാൻ പറഞ്ഞാൽ അല്ല, രാഹുലേട്ടനൊക്കെ അറിയാം, മനസ്സിലാവും. അതെ, രാഹുലേട്ടൻ ഞാൻ പറഞ്ഞ ചില സമയത്ത് ഞാൻ പറയും എന്താ ചേട്ടാ അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അതൊരു ഹെൽത്തി. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ശബ്ദം എന്താ? നമ്മൾ ഈ കാട്ടിലൊക്കെ പോകുമ്പോ കിളികളൊക്കെ ഭയങ്കര രസമാണ്. അത് അടിപൊളിയാണ്. ചെറിയൊരു ഈവനിങ് ടൈമിലൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം കല്യാണത്തുണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് താഴ്വാരമാണ്, ഭയങ്കര രസമാണ്. അവിടെ ഈ ഈവനിങ് ആകുമ്പോ എല്ലാ കിളികളും മറ്റേ കൂട്ടിലോട്ട് കയറുന്ന പോയിന്റിലോട്ടുള്ള ഭയങ്കര രസമായിട്ട് അങ്ങനത്തെ കുറെ സൗണ്ടുകളൊക്കെ ഭയങ്കര രസമായിരിക്കും. ശബ്ദം അതൊക്കെ തന്നെയായിരിക്കും. പക്ഷെ കാറിന്റെ സൗണ്ട് എനിക്ക് ഇഷ്ടം, വണ്ടി ഓടിക്കുമ്പോ അത് ഞാൻ ചെയ്യാറുണ്ട്. ഇങ്ങനെ താങ്കളുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ഈ നിങ്ങളൊരു മ്യൂസിക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൊണ്ട് ഇങ്ങനെ ഈ ശബ്ദങ്ങളോട് എപ്പോഴും ആ ശബ്ദമാണോ ഇതാണോ അങ്ങനെ ഒരു യു വിൽ കീപ് റിസീവിങ് സൗണ്ട്സ് റൈറ്റ്? അവരൊരു വിയർഡസ്റ്റ് സൗണ്ട് താങ്കൾ ഈ അടുത്ത കാലത്ത് കണ്ടേക്കണത്, വിയർഡസ്റ്റ് സൗണ്ട് ദാറ്റ് യു ഹേർഡ് ആൻഡ് യു വാസ് ലൈക്ക് ഓ ഇങ്ങനെയും ശബ്ദം ഉണ്ടോ? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിയേർഡായിട്ട് തോന്നിയ ഒരു ട്രാക്ക് ഒരു സൗണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ എവിടേക്കോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വാട്ടർ ടാങ്കിലെ എൻ്റെ വീട്ടിലെ സ്റ്റുഡിയോ ടെറസിലാ, വീട്ടിലെ സ്പേസ് ഇപ്പൊ സ്പേസ് മാറി, വീട്ടിലെ ടെറസിലടുത്ത് വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ. ഞാൻ ഒരു ദിവസം ആ വാട്ടർ ടാങ്കിന്റെ പരിസരത്തോട് പോയ സമയത്ത് അകത്തുനിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് വന്നോണ്ടിരിക്കണം, ഭയങ്കര വിയേർഡ് സൗണ്ട്. ഞാനപ്പോ തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്തു. സൂക്ഷ്മദർശിനിയിലെ ദുരൂഹമന്ദാസം പാട്ടിലതുണ്ട്. ശരിയാ. ഞാൻ അങ്ങനെ വെറുതെ ഇതെല്ലാം കഴിഞ്ഞൊരു റൊമാൻറ്റിക് കോമഡി ചെയ്യാൻ തോന്നുന്നില്ലേ? വന്നാൽ സ്വീകരിക്കും അല്ലേ? കാരണം ഇപ്പൊ എവറിത്തിങ് വാസ് വെരി ഹാർഡ്. ഇപ്പൊ ഒരു ചെറിയൊരു ലൈറ്റ് എനിക്ക് കുറച്ചുകൂടെ ഭയങ്കര റൊമാൻറ്റിക് കോമഡിയിലും ഭയങ്കര പീസ്ഫുൾ കോമഡി ഇല്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര സമാധാന മ്യൂസിക് ഒരു മന്ദമാരുതൻ ഭയങ്കര സട്ടിലായിട്ട് മൊത്തം കുറെ ഓർക്കസ്ട്രൽ പരിപാടികളൊക്കെ വെച്ചിട്ട് ഇമോഷണൽ പരിപാടിയൊക്കെ പിടിച്ചാൽ കൊള്ളാം. അതെ, സത്യം പറഞ്ഞ കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. പക്ഷെ അതിന് എന്താ നമുക്കറിയാം, ഒരു കോമഡി, ഒരു സിനിമയുടെ ഒരു കോമഡി വരുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് അത് ദിസ് ഇസ് വാട്ട്, അതായത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. അങ്ങനെ വരാതിരിക്കാൻ നോക്കണമല്ലോ. അതെ, എന്നെ സംബന്ധിച്ച് ഹൊറർ ചെയ്യാൻ കുറച്ചുകൂടെ ടാസ്ക് കോമഡിയിലോട്ട് വരുമ്പോ, ഇതിന്റെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡിയിലോട്ട് വരുമ്പോ നമ്മൾ മറ്റേ ചളി മ്യൂസിക് ആവാൻ പാടില്ല, ഈ ബനാന ആവാൻ പാടില്ല. പക്ഷേ അത് വർക്കാവും, അവിടെ നല്ല മ്യൂസിക് ആവുകയും വേണം. അത് ഭയങ്കര ചലഞ്ചിങ് ആണ്. പക്ഷെ മദനോത്സവം ഒരു സറ്റയർ കോമഡി സ്വഭാവത്തിലാണ്. എന്റെ ഫസ്റ്റ് പടം അതായിരുന്നു. പക്ഷെ അത് ഭയങ്കര രസമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കണം.
ഈ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ നല്ല പാട്ടുകളും മ്യൂസിക് കോമ്പോസിഷൻസ് ഒക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് വേറെ ഒരു ബന്ധമില്ലാത്ത സീനുകൾക്കായിട്ട് പോകുമ്പോൾ ഹാവ് യു എവർ ഫെൽറ്റ് ദാറ്റ് അത് ഓവർ യൂസ് ആകുമ്പോൾ ആൾക്കാർക്ക് അത് വെറുപ്പ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, പോട്ടെ. പോട്ടെ അല്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമാവും. അതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ വെറുതെ അതും അതിന്റെ മാച്ചിങ് വിഷ്വൽസ് നമുക്ക് യാതൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത വിഷ്വൽസ് ആണ്. സോ പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടില്ല, കാരണം പോട്ടെ. അതെ, പിന്നെ നമുക്കറിയാലോ ഇത് എവിടെ എന്താ സംഭവം അറിയാലോ. ആരോട് കൊളാബറേറ്റ് ചെയ്യാൻ ഒരു ആഗ്രഹം? ഒരു വേറൊരു മ്യൂസീഷ്യന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യണമെങ്കിൽ ആരായിരിക്കണം? എനിക്ക് ഈ പറഞ്ഞ പോലെ സന്തോഷ് നാരായൺ ഭയങ്കര ഇഷ്ടമുള്ള. അദ്ദേഹത്തിന്റെ പുതിയ പാട്ട് കേട്ടോ? തലൈവൻ ഒരുവൻ കോക്ക് സ്റ്റുഡിയോയിൽ വന്നത്. അല്ല, അത് വരാൻ പോകുന്നേ ഉള്ളൂ. ഇത് അതും ഓഫറിന്റെ കൂടെയുള്ള കൊളാബറേഷൻ. എനിക്ക് ആ മറ്റേ എനിക്ക് ആ ട്രാക്ക് ഭയങ്കര വർക്കായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് എ.ആർ. റഹ്മാൻ. അതെ. ഹാവ് യു മെറ്റ് ഹിം? ഇല്ല. അയ്യോ, ആട് ജീവിതം വന്ന സമയത്ത് കാണായിരുന്നില്ലേ? ഇല്ല. എന്തിനാണ് ഈ ക്രിസ്റ്റോ സേവിയർ ഞാൻ ഒന്ന് വിളിച്ചാ പോരെ? അത് രസമല്ലേ അങ്ങനെ ഒരു സാധനം? അങ്ങനെ വിളിക്കാനുള്ള പിന്നെ മനുഷ്യരല്ലേ. ഇപ്പൊ ഞാൻ എങ്ങനെ ഇന്റർവ്യൂ ചെയ്ത അദ്ദേഹത്തിന് അതുമാതിരി തന്നെ. സർ, ഞാൻ ടൈമൊക്കെ ആവുന്നേ. അതെ. പക്ഷെ അതാണ് പണ്ട് കാലത്ത് താങ്കൾ എന്താ പറയുക, ചെറിയ കമ്പ്യൂട്ടർ അമ്മാവൻ മേടിച്ചിരുന്ന കമ്പ്യൂട്ടർ പഠിക്കുന്ന സമയത്ത് കേട്ടിരുന്ന മ്യൂസിക്കിനേക്കാളും ഇപ്പൊ വരുമ്പോൾ എവല്യൂഷൻ മനസ്സിലാകുമ്പോൾ ഏറ്റവും അധികം മാറിക്കുന്ന കാര്യം എന്താ? കുറച്ചുകൂടെ ആൾക്കാർ, ഓഡിയൻസ് ഭയങ്കരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങി. നല്ല തിയേറ്റേഴ്സ് വന്നു, നല്ല രസത്തിൽ ആൾക്കാർ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അത് നല്ലൊരു ഐ റിമെമ്പർ 7G റെയിൻബോ കോളനി സിനിമ കാണാൻ പോയപ്പോൾ, പഴയ തമിഴ് പടം, യുവശങ്കരാജിന്റെ BGM ആണ് ബെസ്റ്റ് ഞാൻ വിചാരിക്കുന്ന ആ സിനിമയിൽ. ആൾക്കാർ കയ്യടി, ഭയങ്കര കയ്യടിയായിരുന്നു. അതാണ് നേരത്തെ ചോദിച്ചില്ലായിരുന്നു. വേറൊരു കാര്യം ഓർത്താണ്, ആഗ്രഹിച്ച ഒരാളെ കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ അനിരുദ്ധിനെ കൊണ്ട് പഠിപ്പിച്ചായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല, റെക്കോർഡിങ്ങിന് പോകാൻ പറ്റില്ല. സ്വർഗവാസലില് അനിരുദ്ധ് ഒരു ട്രാക്ക് പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കമ്പോസ് ചെയ്യുന്ന പോയിന്റില് എനിക്ക് അവര് അനിരുദ്ധാണെന്നുള്ളൊരു തീരുമാനമൊന്നും ഉണ്ടായില്ല. പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പ്രൊഡക്ഷൻ തന്നെ തീരുമാനം എടുത്തിട്ട് അവര് പഠിപ്പിക്കും. എനിക്ക് റെക്കോർഡിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അല്ല, ഞാനിവിടെ ആയിരുന്നു. അവര് പെട്ടെന്ന് പുള്ളിയുടെ ടൈം കിട്ടിയ പോയിന്റിൽ അങ്ങനെ പിടിക്കുമായിരുന്നു. യെസ്. ഏറ്റവും ബെസ്റ്റ് മ്യൂസിക് വരുന്ന സമയം എന്താ വീട്ടില്? രാത്രി 3 മണിയാണോ? രാവിലെ? ഞാനിപ്പോ എന്റെ റുട്ടീൻ മാറ്റി. നേരത്തെ രാത്രികളിലൊക്കെ പോകുമായിരുന്നു. DC ആയതുകൊണ്ട് കുറച്ച് രാത്രിയൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. കുറച്ച് ചിലപ്പോൾ പുറത്തിറങ്ങുന്ന പോയില്ല. ഓക്കെ, പേടിയാവുന്നു. നിങ്ങളിത് കേട്ടിട്ട് ഞങ്ങൾ അവസാനല്ലേ കേൾക്കണേ. പക്ഷെ അങ്ങനെ പേടിയാവുന്ന ഓക്കെ, പേടി കൊടുക്കാൻ പറ്റും. ഒരു ഹോണ്ടിങ് സാധനം ഉണ്ട് എന്നുള്ളൊരു ഫീൽ കിട്ടും. നല്ലോണം ഉണ്ട് ഹോണ്ടിങ് സാധനം. ആദ്യത്തെ സീൻ മുതല്, അതായത് ഫസ്റ്റ് സീൻ കാണുമ്പോൾ ചോദിച്ചു എന്താ ഇത് കാണിക്കണേന്ന്. അതാ എനിക്ക് പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഇന്നായ കാര്യം പറഞ്ഞില്ലേ, സ്റ്റാർട്ടിങ് മുതല് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് പറയുന്ന അവിടെ നിന്ന് മറ്റേ ഒരു പോയിന്റിലോട്ട് വരും, ഒരു വിഷ്വലോട്ട് വരും. അവിടെ നിന്ന് ഒരു സാധനം ബിൽഡ് ചെയ്തു. ഞാൻ അവിടെ ഒരു ഇത് പറഞ്ഞുതരാം, ഒരു എക്സ്ക്ലൂസീവ് സാധനം. അവിടെ ഞാനൊരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പള്ളികളില് ദുഃഖവെള്ളി, പെസഹ വ്യാഴം മുതൽ ദുഃഖവെള്ളി, ഈസ്റ്റർ വരെ മരമണി എന്ന് പറഞ്ഞൊരു സാധനം യൂസ് ചെയ്യും. കേട്ടോ? ഈ അതാണ് അവിടെ ടക് 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 എന്ന് പറഞ്ഞൊരു സാധനം കറങ്ങുന്നുണ്ട്. ആ കറക്കം ആയതുകൊണ്ട് ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്തുകൂടാ. അത് ആ സമയത്ത് തോന്നുന്നത് നല്ല ഭാഗ്യം, ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ എപ്പോഴും തോന്നാനായിട്ട്. ശരിക്കും ഒരു 6 മാസം ഒരു സിനിമ അങ്ങനെയാണ്. 3 to 4 months എന്നുള്ള രീതിയിൽ. ഇത് എത്ര സമയം എടുത്തു ഇതിന്റെ? ഇതും ഒരു 3.25 മാസം എടുത്ത് വർക്ക് ചെയ്തായിരുന്നു. എത്ര സമയം പിടിക്കും ഇതിൽ വിമുക്തനായിട്ട് അടുത്ത പ്രൊജക്ട്? ആദ്യത്തെ 1-2 ആഴ്ച ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇതിനു വേണ്ടിയുള്ള, ഇതിലോട്ട് എത്താൻ വേണ്ടിയുള്ള പ്രോസസ്സാണ്. ഞാൻ ചിന്തകളായിരിക്കും കൂടുതൽ, എന്ത് ചെയ്യാം. ചിലപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ഓരോ സൗണ്ട്സ് വെറുതെ എന്ത് ചെയ്യാം എന്നൊക്കെ വെറുതെ പ്രോസസ് ചെയ്ത് ഓരോ സൗണ്ട്സ് ഒക്കെ വെറുതെ ട്രൈ ചെയ്ത് നോക്കും. ഇത് കഴിഞ്ഞ് അടുത്ത ഇത് കംപ്ലീറ്റ്ലി എപ്പോഴാ ഔട്ട് ആവുക? ഇപ്പൊ ഏകദേശം ഔട്ടായി തുടങ്ങി. ഞാൻ അടുത്ത പ്രോജക്റ്റിൽ പരിപാടിയിലോട്ട്. സലീം അഹമ്മദ് ഡയറക്ട് ചെയ്യുന്ന പടത്തിൽ ഒരു പരിപാടിയായിട്ടാണ് പിടിക്കുന്നത്. ഏറ്റവും അധികം കേൾക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആരാ സ്പോട്ടിഫൈയില്? ജേക്കബ് കോളിയർ കേൾക്കാറുണ്ട്. ജാസ് ആണ്. ഞാൻ അത്ര ജാസ് ഫാൻ അല്ല, പക്ഷെ എനിക്ക് പുള്ളിയുടെ അറേഞ്ച്മെന്റ്സ് ഭയങ്കര സ്കൂളാണ്. ഇങ്ങനെ ഈ നോട്ടിന്റെ കൂടെ ഇങ്ങനത്തെ സാധനം പിടിക്കാൻ അദ്ദേഹത്തിന്റെ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ടല്ലേ? അതെ അതെ, അത് സന്തോഷം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ആളാ. അതെ. അപ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര മോശം ലിസണറാണ് ആദ്യമേ പറയാം. പക്ഷെ ഞാനിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കേൾക്കണത്. പിന്നെ ഇപ്പോഴും ഗോ ത്രൂ ലിങ്കിൻ പാർക്ക്, പണ്ട് സ്കൂളിൽ ആരംഭിച്ച അതേ പാട്ടുകളൊക്കെ തന്നെ ഇപ്പോഴും കേൾക്കാം. ഇടയ്ക്ക് കോൾപ്ലേ, സമാധാനത്തിന്
ഒരു മലയാളം പാട്ട് ആ. റീമിക്സ് ചെയ്യണമെങ്കിൽ പഴയ ഒരു മലയാളം പാട്ട് ഇല്ല, ഞാൻ റിമിക്സ് ചെയ്യില്ല. ഇല്ല. ഇത് കാരണം എന്താ? അല്ല, കമ്പോസർ ഉണ്ടെങ്കിൽ കമ്പോസറോട് ചോദിച്ചിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ സംതിങ് യു remix ഹാവ് ഫെൽറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇല്ല, അതിന്റെ ഒക്കെ ഒരു പഴയ പാട്ട് റീമിക്സ് ചെയ്ത് ആയിരിക്കാം ഏജ് ഓഫ് മാഡ്നസ്. കാരണം അതിനൊരു പഴമയുണ്ട്. കറക്റ്റ്. ഒരു പുതിയ ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടു, ആസ്പിരിൻ. അതെന്താ? ആസ്പിരിൻ ഞാൻ കുറെ നാളുകൾക്ക് മുൻപ് ഒരു ഐഡിയ കിട്ടിയിട്ട് അതിൽ നിന്ന് ബിൽഡ് ചെയ്ത് വെച്ചൊരു ട്രാക്കാണ്. അത് വീഡിയോ ആയിട്ട് പുറത്തുണ്ട്. ആസ്പിരിൻ ഒരു എക്സ്പെരിമെന്റൽ ട്രാക്കാണ്. പക്ഷേ ഞാൻ അങ്ങനെ മാർക്കറ്റിംഗ് ഒന്നും ചിന്തിച്ചിട്ടില്ല. ജസ്റ്റ് യൂട്യൂബ് ചാനൽ നമ്മൾ ഷൂട്ട് ചെയ്തു, ഭയങ്കര അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തു. ഒരുപാട് കാശൊന്നും മുടക്കിയിട്ടില്ല, പക്ഷെ നമ്മൾ കഴിയുന്ന വിധം അടിപൊളിയായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു. ഞാൻ കുറെ കാശൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തതാ. എനിക്കിത് ചെയ്യണമെന്ന് കുറെ നാളായി ഇത് പെട്ടിക്കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ അത് ഷൂട്ട് ചെയ്തു. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇനിയും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതെ. അപ്പൊ ഇനി ഈ മാനിഫെസ്റ്റേഷൻ എന്തോ പറഞ്ഞല്ലോ, അത് നടക്കുമ്പോ എന്നെ വിളിക്കണം. അപ്പൊ ഞാൻ വരും ആദ്യം അതിനെ പറ്റി സംസാരിക്കാൻ. ഓക്കെ. താങ്ക് യു.